ഷാജിയേട്ടനും രാജസാഹിബും ഒക്കെ ആ കോളനിയിൽ ഒരു അരഭാഗമെങ്കിലും കാണേണ്ടതാണ്. കാര്യം ഈ 6 ദിവസം ഈ ബാക്കിയുള്ള ടീമുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന സീനുകളായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അത് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്യിപ്പിച്ചു. കാര്യം പിന്നീട് കണ്ടിന്യൂറ്റി വേണമല്ലോ. കാരണം നമ്മളൊരു കോളനിയിൽ ഷൂട്ട് ചെയ്തെങ്കിൽ ആ കോളനിയാണ് കാണിക്കേണ്ടത്. പക്ഷേ അതിന് പകരം ആ കല്ലൂരിയത്ത് കോളനിക്ക് പകരം, കോളനി സിനിമയിലെ ആ കോളനിക്ക് പകരം, ആദ്യം കാണിച്ച ആ കോളനിക്ക് പകരം 3 ഇടത്തായിട്ടാണ് പിന്നെ ആ കോളനി ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഒന്ന് കല്ലുമൂട്ടിക്കടവ് നമ്മുടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഭാഗമാണ്. ഒരെണ്ണം മട്ടാഞ്ചേരിയിലാണ്. പിന്നൊന്ന് എവിടെയോ ഒരെണ്ണം ഈ കല്ലൂരിയത്ത് കോളനി. അങ്ങനെ 3, 4 അവിടെ ഇവിടെയൊക്കെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ചീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് തന്നെ ആയാലും ഇനി തുടർന്നങ്ങോട്ട് ഷൂട്ട് ചെയ്യണം. ഭാരിച്ച ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം എനിക്ക് ബാധ്യതയുണ്ട്. മൊത്തത്തിൽ എടുക്കാനാണെങ്കിൽ ക്യാമറയുടെ ബാലൻസ്, ലൈറ്റ് യൂണിറ്റുകാരൻ, വാഹനത്തിന്റെ റെന്റ്, റൂം വാടകൾ, സെലിബ്രിറ്റി, അങ്ങനെ 4 ലക്ഷം രൂപ ബാധ്യതയിലാണ് കോളനി മൂവി 2 ദിവസം ഷൂട്ട് ചെയ്തിട്ട് നിൽക്കുന്നത്. 2 അല്ല 3 ദിവസം ഷൂട്ട് ചെയ്തിട്ട് നിർത്തുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ കോളനിയിലുള്ള കൂടെ അഭിനയിച്ച ടീമുകളൊക്കെ അത്യാവശ്യം പിന്നെ വീട്ടിലൊക്കെ പോയി നമ്മുടെ അവസ്ഥ കണ്ടുകൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന, അവരെല്ലാം സാധാരണപ്പെട്ട ആൾക്കാരാണ്. എന്നാലും സിനിമയോടുള്ള മോഹം കൊണ്ട് ഓരോ ആൾക്കാരൊക്കെ വണ്ടി വരെയും വിറ്റ് ഒരു സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ സെലിബ്രിറ്റി ഉള്ളതിന്റെ പേരിലാണ്. ഷാജിയേട്ടൻ, മോളി ചേച്ചി അവരുടെ കൂടെയൊക്കെ ആക്ട് ചെയ്യാനാണ്. എന്തായാലും അത് സാധിച്ചു. ചെറിയൊരു സാധനമാണെങ്കിലും നമുക്കത് സാധിച്ചു എന്നുള്ളത് സന്തോഷമാണ്. കാര്യം ആരുടെ കൂടെ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ഒന്നേ ചിലപ്പോൾ മോളി ചേച്ചി അല്ലെങ്കിൽ രാജസാഹിബ്, 1 2 ആർട്ടിസ്റ്റ് ഒതുങ്ങി പോകും. പക്ഷേ ഞാൻ അവർക്ക് കൊടുത്ത ആരുടെ കൂടെ നിങ്ങൾ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഒരു 4-5 പേരുടെയെങ്കിലും പേര് പറയാൻ കാണണം. അത് പടത്തിനൊരു ഐഡന്റിറ്റിയാണ്. പിന്നെ എനിക്കൊരു ലേബിളുണ്ട്, അവർക്കും ഒരു ലേബിളുണ്ട്. പടത്തിനും ഒരു ലേബിൾ വരും.